വാങ്ങാത്ത സാധനത്തിന് വില കൊടുക്കേണ്ട സ്ഥലങ്ങളും അതുപോലെ തന്നെ ആവശ്യമില്ലെങ്കിലും വണ്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ വണ്ടി നിർത്തി സാധനം വാങ്ങേണ്ടതുമായ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളൊരാളുടെ മൊബൈലിൻ്റെ വെട്ടത്തിലാണ് ഈ ചേച്ചിയുടെ കട നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇരുട്ടത്ത് ഒരു ടോർച്ചും പിടിച്ച് ഈ ചേച്ചി ഇങ്ങനെ റോഡ് സൈഡ് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങളവിടെ ചെന്നത്. സമയം രാത്രി 7:20 ആകുന്നു. അന്നേരം ചോദിച്ചതിന് ഈ വെട്ടമില്ലാത്തടത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്. അപ്പോൾ വലത് കൈ എങ്ങോട്ടോ നീട്ടിയിട്ട് പറഞ്ഞു, അങ്ങ് അവിടെയാണ് എൻ്റെ വീട്. വീട്ടിൽ 2-3 തവണ ഇന്ന് കൊച്ച് മേലാതിരിക്കുന്നതുകൊണ്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ആക്കിയതുകൊണ്ട് എനിക്ക് പല സമയത്ത് അവിടെ പോകേണ്ട വന്നു. മാത്രമല്ല ആഫ്റ്റർനൂൺ ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നു. അപ്പോൾ അതെല്ലാം കൂടെ നടന്നപ്പോഴേക്കും ഞാനിന്ന് കൊണ്ടുവന്ന സാധനം ഒന്നും തീർന്നില്ല. ഒരു 7:30-7:45 ആകുമ്പോഴേക്കും ചേട്ടൻ കൂട്ടാൻ വരും. അതുവരെ ഞാനിവിടെ ഇരിക്കുമെന്ന്. ഉപ്പിലിട്ട നെല്ലിക്കായും ക്യാരറ്റും അതിൻ്റെ കൂടെ കുറച്ച് മോരും വെള്ളവും തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും. വേസ്റ്റ് പാത്രം കണ്ടാലറിയുന്ന വലിയ കാര്യമായിട്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഉപ്പിലിട്ടതൊന്നും ഞങ്ങളിൽ ആർക്കും അത്ര പ്രിയപ്പെട്ടതൊന്നും അല്ലായിരുന്നേ. പക്ഷേ ഞങ്ങളെല്ലാം ആസ്വദിച്ച് കഴിച്ചു. മാത്രമല്ല ഒത്തിരി പൊതിഞ്ഞ് വാങ്ങുകയും ചെയ്തു. കൊടുത്തതുകൊണ്ട് പറയുമല്ല, ഞങ്ങൾ വാങ്ങിയതിൽ എത്രയോ അവർക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. നമ്മുടെ യാത്രകളൊക്കെ മനോഹരമാകുന്നുണ്ടല്ലോ ഇത്തരം ആൾക്കാരെ കാണുകയും ഇവരുടെയൊക്കെ അടുത്ത് കുറച്ച് സമയം ചിലവഴിക്കുമ്പോഴും കൂടെയാണ്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരിങ്ങനെ ചെറിയ സംരംഭം കൊണ്ടൊക്കെ റോഡ് സൈഡിലൊക്കെ ഇരിപ്പുണ്ടെന്നേ. നമ്മളൊന്ന് ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ വരുന്ന പ്രതീക്ഷ എന്താണെന്നറിയാവോ? ആവശ്യമില്ലെങ്കിലും വാങ്ങണം, കഴിക്കാത്ത സാധനത്തിൻ്റെയും കൂടെ പൈസ കൊടുക്കണം, അവർക്കും ജീവിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.